എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, പുലിമടയെ കൊണ്ട് തല വെക്കരുത്, അത്ര പറയാനുള്ളൂ എനിക്ക് കേട്ടോ. ഈ സതീശൻ വെല്ലുവിളിച്ചത് ആരെ? തോമസ് ഐസക്കിനെ ലോട്ടറി സംഭവത്തിൽ, സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി വിവാദത്തിൽ. അന്ന് PD സതീശൻ അദ്ദേഹത്തെ മൂക്കും കൊണ്ട് ധൃതരാഷ്ട്രം എന്ന് എഴുതിച്ചു. ഇപ്പൊ ഇദ്ദേഹം ചെന്നാൽ മൂക്കും കൊണ്ട് അദ്ദേഹം ഋത്തിക് റോഷൻ എന്ന് എഴുതിക്കും. ദയവേത് പോകരുത്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പോകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. പരാതിയെക്കുറിച്ച് ഞാനെന്ത് പറഞ്ഞതാണ്? കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ പറഞ്ഞ രാഷ്ട്രീയ പ്രചരണത്തിൽ നിന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ അതിൽ പിൻവലിക്കാൻ ഒരു തീരുമാനമില്ല. അങ്ങനെ ഒരു സ്ഥലമില്ല. കൂളമ്പാറ എന്ന് പറയുന്ന ഒരു മാനസിക കേന്ദ്രമില്ല. പിന്നെ എന്തിനാണ് ഇവർ എന്തിനു അടിസ്ഥാനത്തിലാണ് കേസ് നോക്കുന്നത്? പിന്നെ ഈ 2 വ്യക്തികളുള്ള ഞാൻ പറഞ്ഞ അവരുമില്ല. ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആ 2 പേരുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞാൽ ഞാൻ മാപ്പ് പറഞ്ഞേക്കാം. 2 പേരുടെ അഡ്രസ്സ് പറയണം. ഒന്നൊരു വ്യവസായി, മറ്റൊന്നൊരു പയ്യൻ. ഈ പയ്യന്റെ അഡ്രസ്സ് എന്ന് ഞാൻ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞേക്കാൻ. അപ്പൊ ഇല്ലാത്തൊരു കഥക്ക് ഞാനൊരു ട്രോൾ ഉണ്ടാക്കി എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. എന്തോ അല്ലാതെ ഇപ്പോഴല്ല 6ാം വയസ്സിൽ തുടങ്ങിയാണ് ഞാൻ ഈ പരിപാടി. കോൺഗ്രസിന്റെ കൂടെ എടുത്തിട്ട് അന്ന് ഭയന്നിട്ടില്ല, പിന്നെ നിന്ന്. അതാണല്ലോ വെറുതെ തെറി പറയാൻ കാരണം. അതല്ലേ, ഞാൻ ഒറ്റ സ്റ്റേജിൽ പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. ഇവരാണ് എന്നെ ഇങ്ങനെ തോണ്ടി എല്ലാവർക്കും, ഇപ്പൊ കൊയിലാണ്ടി, കരുനാഗപ്പള്ളി, നമ്മുടെ കൊട്ടാരക്കര, പത്തനാപുരം, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി എനിക്ക് മുഖ്യമന്ത്രിയോട് ഒന്നേ പറയാനുള്ളൂ, പുലിമടയെ കൊണ്ട് തല വെക്കരുത്, അത്ര പറയാനുള്ളൂ എനിക്ക്. അത് വാങ്ങിക്കോളെ. പക്ഷെ പണ്ടറിയാലോ ഈ സതീശൻ വെല്ലുവിളിച്ചത് ആരെ? തോമസ് ഐസക്കിനെ ലോട്ടറി സംഭവത്തിൽ, സാന്റിയാഗോ മാർട്ടിന്റെ ലോട്ടറി വിവാദത്തിൽ. അന്ന് PD സതീശൻ അദ്ദേഹത്തെ മൂക്കും കൊണ്ട് ധൃതരാഷ്ട്രം എന്ന് എഴുതിച്ചു. ഇപ്പൊ ഇദ്ദേഹം ചെന്നാൽ മൂക്കും കൊണ്ട് അദ്ദേഹം ഋത്തിക് റോഷൻ എന്ന് എഴുതിക്കും. ദയവേത് പോകരുത്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പോകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന. തുടരും. അയ്യോ, ഞാൻ എല്ലാം സംഭവിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ സൈഡിൽ പോകാൻ വന്ന ഒരാളാണ് ഞാൻ. അതെങ്ങനെ തോണ്ടി എന്നെ എല്ലാവർക്കും എത്തിക്കുകയാണ്. പിന്നെ അല്ലാണ്ടെന്താണ്? സ്ഥിരം പരിപാടിയാണ്. എനിക്കതൊന്നും പുത്തിരിയല്ല. ഒരുപാട് കൊല്ലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെ, അതൊന്നും ഞാൻ ഭയക്കുന്നില്ലെന്നേ ആക്രമണത്തെ. അല്ലെങ്കിൽ ഞാൻ വീണ്ടും വരുമോ? അപ്പൊ എന്നെ വീട്ടിൽ കയറ്റി ഇരുത്താൻ നോക്കിയാണ് പേടിപ്പിച്ച്. അത് നടക്കില്ല. ഇത് കണ്ണൂരല്ല, ഇത് കൊച്ചിയാണ്, എറണാകുളമാണ്. ഏത് ഡയലോഗ്? ഇതൊക്കെ എന്ത്? ഓക്കെ, താങ്ക് യു.